Recording on. Next option are okay. Miss thinking of drugs and miss എടുത്തോണ്ടിരിക്കുന്നത്. അല്ല ഫസ്റ്റ് മൂന്ന് പോയിന്റ് അല്ലേ മിസ് പറഞ്ഞത്, പിന്നെ ലാസ്റ്റ് ഒക്കെ പറഞ്ഞു അല്ലെ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണെന്ന് പറഞ്ഞു അല്ലെ മിസ്. ഓക്കെ, ബാക്കി എടുക്കാം നമുക്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ അല്ലേ? മിസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ ക്ലാസ്? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് order should order to be issued as soon as critical level is reached അല്ലെ. നമ്മുടെ ക്രിട്ടിക്കൽ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഒരു ഫാർമസിയുടെ ക്രിട്ടിക്കൽ ലെവലിന് എന്തായിരിക്കും? ഓർഡർ തീർന്നു പോവാ, സ്റ്റോക്ക് തീർന്നു പോവായി, മരുന്നുകളുടെ എമർജൻസി ഡ്രഗ്സുകളുടെ അല്ലെങ്കിൽ അതർ മെഡിസിന്റെ സ്റ്റോക്ക് തീർന്നു പോകും അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്ത് ചെയ്യണം? മരുന്നുകള് ഡ്രഗ്സുകളുടെ ഓർഡർ കൊടുക്കണം അല്ലേ. അപ്പൊ എന്താണ്? ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ക്രിട്ടിക്കൽ ലെവൽ ഈസ് റീച്ച്ഡ് അല്ലെ. നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? നെക്സ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഇൻ കേസ് ഓഫ് drug imported ample lead time to be given. നമുക്ക് ഏതെങ്കിലും മരുന്നുകൾ ഇറക്കുമതി ഇമ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെ, പുറത്തുനിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനാവശ്യമായി സമയം അനുവദിക്കുക അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു മരുന്ന് ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ നമുക്ക് കൊണ്ടുവരണം. അതിന് ഓർഡർ കൊടുത്ത് 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ലഭ്യമാക്കണം എന്ന് കിട്ടുന്നത്? കിട്ടോ മെഡിസിൻ? ഇല്ല അല്ലേ. എന്താണ്? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നമുക്ക് ലഭ്യമാകാൻ ആവശ്യമായിട്ടുള്ള സമയം അനുവദിക്കുക. നെക്സ്റ്റ് പറയുന്നത് റിസീപ്റ്റ് ഓഫ് ഡ്രഗ്സ് എന്താണ്? നമ്മൾ മരുന്നുകളൊക്കെ വാങ്ങുന്നത് അല്ലെ, പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ റെസിപ്റ്റുകളൊക്കെ വാങ്ങി മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, പെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി, ഡേറ്റ് ഓഫ് എക്സ്പയറി അല്ലെ. ഓരോ മരുന്നുകളും നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അല്ലെ, പർച്ചേസ് ഓർഡർ കൊടുത്തിട്ട് സപ്ലയേഴ്സ് എടുത്തോ അല്ലെങ്കിൽ മാനുഫാക്ചറിന്റെ അടുത്തോ പർച്ചേസ് ഓർഡർ കൊടുത്ത് നമ്മൾ റിസീവ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മരുന്നുകൾ നിർബന്ധമായും നമ്മൾ പരിശോധിക്കണം, ചെക്ക് ചെയ്യാം. കൂടാതെ എന്താണ്? വെയ്ഡ് അല്ലെ, ചിലപ്പോ ബോക്സ് ഒക്കെ ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ഇത്ര വെയിറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ വെയിറ്റ് നോക്കാം. ബാച്ച് നമ്പർ മരുന്നിന്റെ ബാച്ച് നമ്പർ, കാർട്ടൺ ബോക്സിന്റെ ബാച്ച് നമ്പറും സെയിം ആണോ എന്ന് പരിശോധിക്കുക. നമ്പർ ഓഫ് ക്വാണ്ടിറ്റി അല്ലെ, എന്താണ്? ക്വാണ്ടിറ്റി എങ്ങനെയാണ് അല്ലെ നമുക്ക് കൊടുത്ത അത്രയും ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടോ അല്ലെ, എത്ര എണ്ണം തന്നെ ഉണ്ടോ, അതിനുള്ള ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുക. ഡേറ്റ് ഓഫ് എക്സ്പയറി, കൊണ്ടുവരുന്ന മരുന്നിന്റെ ഡേറ്റ് തീർന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള ആ ഒരു എക്സ്പയറി ഡേറ്റും നമ്മൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് each batch sample has to be sent to lab for quality test. ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കൊണ്ടുവന്ന മരുന്നുകളിൽ റാൻഡം സാമ്പിൾ കളക്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു ഈച്ച് ബാച്ച് സാമ്പിളിൽ നിന്ന്, ഓരോ ബാച്ചിൽ നിന്നും റാൻഡം സാമ്പിൾ ആയിട്ട് ഒരു മെഡിസിന് നമ്മൾ എടുത്തിട്ട് അത് ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടി ലാബിലേക്ക് അയക്കാം. ഇപ്പൊ നമ്മൾ ചില സിറ്റുവേഷനിൽ അവിടെ എന്താണ്? ഫ്രണ്ടില് ഏറ്റവും മുകളില് നല്ല മെഡിസിൻ ഒക്കെ വെച്ചിട്ട് ഇടയില എക്സ്പയറി ഡേറ്റ് തീരാറായതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള മെഡിസിനുകളൊക്കെ വെക്കാം അല്ലെ.
അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ഓർഡറിൽ നിന്ന് കൊടുക്കാതെ റാൻഡം സാമ്പിൾ ഇടയിൽ നിന്നൊക്കെ ഒരു സാമ്പിൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വാളിറ്റി ടെസ്റ്റിന് വേണ്ടി ലാബിലേക്ക് അയക്കുക. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് substandard, drug should be used only after ലാബ് ടെസ്റ്റ്. നമുക്ക് കൊണ്ടുവന്ന മരുന്നില് നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണ്, അതിന്റെ സ്റ്റാൻഡേർഡിലോ അതിന്റെ ക്വാളിറ്റിയിലോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ, സംശയം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മരുന്ന് നിർബന്ധമായിട്ടും ലാബ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മിസ് ഇന്നലെ എടുത്താണ്. നെക്സ്റ്റ് പറയുന്നത് റെക്കോർഡ് ആൻഡ് രജിസ്റ്റേഴ്സ്. നമ്മുടെ ഫാർമസിയിലെ ഏതൊക്കെ തരത്തിലുള്ള റെക്കോർഡുകളും രജിസ്റ്റേഴ്സുമാണ് സൂക്ഷിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ്, പല ഗ്രൂപ്പുകളിൽ പെടുന്ന ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. നമുക്ക് തന്നെ അറിയാം എന്താണ് അനർജസിക് അല്ലെ. അനർജസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെയിൻ കില്ലേഴ്സ് ഒക്കെ ആയിട്ട് പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അനർജസിക് ഡ്രഗ്സുകൾ ഉണ്ട്, ആന്റിബയോട്ടിക്സുകൾ ഉണ്ട്. പിന്നെ അതേപോലെ എന്താണ് ആന്റി ക്യാൻസർ ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്. എന്താണ് നമ്മുടെ ഡിപ്രഷന് വേണ്ടിയിട്ടും ആൻസൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട്, മൂഡ് ഡിസോർഡേഴ്സിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ പല കാറ്റഗറിയിലും പെടുന്ന, പല ഗ്രൂപ്പുകളിൽ പെടുന്ന മരുന്നുകളുണ്ട്. ആ ഓരോ ഡിഫറെന്റ് ഗ്രൂപ്പുകളിൽ പെടുന്ന മരുന്നുകളുടെ സ്റ്റോക്ക് ലെഡ്ജർ അല്ലെ. ഓരോ മരുന്നുകളും എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ ഇന്ന് കാണിക്കുന്ന സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്. ഇൻറ്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ അല്ലെ. നമ്മൾ പറഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഫാർമസിയിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ പർച്ചേസ് നടത്തുന്നതിനുള്ള ഒരു ഓർഡർ അല്ലെ ആണ് പർച്ചേസ്. എന്താണ് ഇൻറ്റന്റ് എന്ന് പറയുന്നത് അല്ലെ, ആണോ? സ്റ്റോറിൽ മരുന്നിന്റെ ഓർഡറിന് അല്ലെ, അവരുടെ പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു ഓർഡറിനൊക്കെയാണ് ഇൻറ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻറ്റന്റ് ഉണ്ടായിരിക്കും. കൂടാതെ റെസിപ്റ്റ് വൗച്ചർ അല്ലെ, ഒരു പേയ്മെന്റ് നടത്തുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്റ്റുകൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ് ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, മാനുഫാക്ചേഴ്സിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ നിന്ന് മരുന്നുകൾ സ്വീകരിക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് അല്ലെ, പരിശോധന നടത്തുന്നുണ്ട്. സെയിം ബാച്ച് നമ്പർ ആണോ, എക്സ്പയറി ഡേറ്റ് തീരാറായിട്ടുണ്ടോ അല്ലെ, ക്വാളിറ്റി എങ്ങനെയാണ് അല്ലെ, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് റെക്കോർഡ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൽ കാർഡ്സ്. ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഫാർമസിയുമായി ബന്ധപ്പെട്ട രേഖകള് നമ്മൾ എന്താണ് ജസ്റ്റ് ബുക്കില് റെക്കോർഡുകളിൽ മാത്രമാണ് സൂക്ഷിക്കുന്നത് അല്ല അല്ലെ. നമ്മൾ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ, സിസ്റ്റത്തിൽ സൂക്ഷിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഡെക്സ് രജിസ്റ്റർ നമ്മുടെ ഫാർമസിയുമായി സംബന്ധിക്കുന്ന, ഫാർമസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡുകളും സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുക അല്ലെ. നെക്സ്റ്റ് ബിൽ കാർഡ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡിനെയാണ്, ഒരു ക്വാണ്ടിറ്റി അല്ലെ, ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന റെക്കോർഡിനെയാണ് ബിൽ കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ മിസ്, ഒരു മിനിറ്റ് മിസ് കാണിച്ചു തരാം ബിൽ കാർഡ്. കണ്ടോ, ബിൽ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 250 ഉണ്ടാവും അല്ലെങ്കിൽ ഒരു 500 മെഡിസിൻ റിസീവ് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. സ്വീകരിച്ച ആ 500 എണ്ണം നമ്മ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഇഷ്യൂ ചെയ്യോ? ഇല്ല അല്ലെ. കുറച്ച് കൊടുത്തിട്ട് ബാക്കി നമ്മൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ, സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ എന്താണ് ക്വാണ്ടിറ്റി ഇഷ്യൂഡ്. നമ്മൾ 300 എണ്ണം 500 എണ്ണം മേടിച്ചിട്ട് അതിൽ 300 എണ്ണം നമ്മൾ എന്ത് ചെയ്ത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഇഷ്യൂ ചെയ്തു. നെക്സ്റ്റ് ബാലൻസ് എത്രയുണ്ട്, 200 എണ്ണം ഉണ്ട് അല്ലെ. ബാലൻസ് 200 റിമാർക്സ് അങ്ങനെ എന്തെങ്കിലും അത് ചേർക്കാം. അപ്പൊ നമുക്ക് എന്തറിയാൻ പറ്റും, ഈ ബിൽ കാർഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു മെഡിസിന്റെ ക്വാണ്ടിറ്റി അറിയാൻ സാധിക്കുന്നുണ്ടോ, സ്റ്റോക്ക് പൊസിഷൻ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇനി എത്ര നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് അല്ലെ, സ്റ്റോക്ക് പൊസിഷൻ അറിയാനോ. അപ്പൊ അതിനെയാണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡിനെയാണ് ബിൽ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ അല്ലെ, ഓരോ മരുന്നുകളുടെയും എക്സ്പയറി ഡേറ്റിൽ സൂചിപ്പിക്കുന്ന എഴുതുന്ന അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്ന എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. നമ്മൾ പറഞ്ഞു ചില മരുന്നുകൾ അല്ലെ, ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ്, അനർജസിക് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോ വൊമിറ്റിംഗ് ഉണ്ടാക്കാം, അതിന് എന്തെങ്കിലും ചൊറിഞ്ഞു പോകാം അല്ലെ, അതിന് ചുണ്ടൊക്കെ തടിച്ചു വരാം അല്ലെ. അപ്പൊ അങ്ങനെയെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഫയൽ ഓഫ് കറസ്പോണ്ടന്റ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. നമ്മൾ എല്ലാ മരുന്നുകളും എങ്ങനെയാണ് പല സപ്ലയേഴ്സിൽ നിന്നാണ് അല്ലെ വാങ്ങിക്കുന്നത്. ഒരു സപ്ലയറുടെ അടുത്ത് നിന്നാണോ നമ്മുടെ ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും മേടിക്കുന്നത്? അല്ല അല്ലെ, ഡിഫറെന്റ് സപ്ലയേഴ്സിൽ നിന്നാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് സപ്ലയേഴ്സിന്റെ വിവരങ്ങളും അവരിൽ നിന്ന് ഏത് മരുന്നാണ് വാങ്ങിക്കുന്നത്, അത് എത്ര യൂണിറ്റിൽ എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്ന റെക്കോർഡ് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ലഡ്ജർ റെക്കോർഡ്. ലഡ്ജർ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണക്ക് പുസ്തകം അല്ലെ, കണക്കുകളൊക്കെ സൂക്ഷിക്കുന്നതായി. അപ്പൊ നമുക്ക് ഫാർമസിയിൽ എന്താണ് മരുന്നുകൾ പർച്ചേസ് ചെയ്യണമെങ്കിലും അല്ലെ, നല്ല നമ്മൾ വിതരണം ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നില്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ രേഖപ്പെടുത്തുന്ന ലഡ്ജർ റെക്കോർഡ്. കൂടാതെ നമ്മൾ ഇന്ത്യൻ്റെ ഒക്കെ കൊണ്ട് പർച്ചേസ് ചെയ്യില്ലേ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉണ്ടാവില്ലേ, റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ് നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് നടക്കുന്ന സമയത്ത് എന്താണ് വൗച്ചേഴ്സ് ഒക്കെ സൈൻ ചെയ്തിട്ടല്ലേ പണം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വൗച്ചേഴ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ അവര് സൂക്ഷിക്കുന്ന റെക്കോർഡ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് denunciation record of non consumable and consumables. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഫാർമസിയിൽ ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാത്തതോ ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് എന്താണ് ചിലപ്പോൾ വിപണിയിൽ എന്തെങ്കിലും ദുരാരോപണം ഉണ്ടാവാം അല്ലെ, അത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സീരകത്തുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡെനൻസിയേഷൻ നോൺ കൺസ്യൂമബിൾ ആണെങ്കിലും അങ്ങനെ ദുരാരോപണം ചുമത്തപ്പെട്ട സാധനങ്ങളാണെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാൻ പാടുണ്ടോ? അവര് മുൻകൂട്ടി അറിയണം അല്ലെ, ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഫാർമസിയിൽ പർച്ചേസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ഏതൊക്കെ പ്രോഡക്റ്റുകളാണെന്ന് അവർക്ക് അറിയണ്ടേ. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്ന ഡെനൻസിയേഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ്. എന്താണ്? അല്ലെങ്കിൽ നമുക്ക് ആനുവൽ സ്റ്റോക്ക് ഓഡിറ്റ് എന്ന് പറയാം. അവർക്ക് ആനുവൽ ആയിട്ട് അല്ലെ, ഒരു വർഷത്തിലേക്ക് അവർക്ക് എത്ര മെഡിസിൻ അവര് എത്ര ഡ്രഗ്സുകൾ അല്ലെങ്കിൽ എത്ര സ്റ്റോക്ക് അവർ എടുത്തിട്ടുണ്ട് അല്ലെ, അതിൽ എത്ര ബാലൻസ് വന്നിട്ടുണ്ട് അല്ലെ, അവര് എന്താണ് അവര് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പിന്നെന്താണ് എത്രയൊക്കെ മരുന്നുകൾ അവര് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഓഡിറ്റിന്റെ വിവരങ്ങൾ എഴുതി ചേർക്കുന്ന എന്താണ് ഈ സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് ഒരു വർഷത്തേക്ക് അവർക്ക് എത്ര മെഡിസിൻ വേണ്ടി വന്നു അല്ലെ, അവര് വാങ്ങിച്ച മരുന്നുകൾ മുഴുവൻ അവര് വിതരണം ചെയ്തിട്ടുണ്ടാവോ? ഇല്ല, സ്റ്റോറിൽ വെച്ചിട്ടുണ്ടായിരിക്കും. കുറെ മരുന്ന് ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും, ഫാർമസിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ചിലത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്ന എന്താണ് ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ ഫോർമുലറി അല്ലെ, ഇതാണ് ലിസ്റ്റ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞാണ് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ഏതൊക്കെ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, കൂടാതെ ആ ഒരു മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ എഴുതി ചേർക്കുന്ന ഡ്രഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ആന്റിബയോട്ടിക് പോളിസിയിൽ നമ്മൾ പലതരത്തിലുള്ള വേരിയസ് ആന്റിബയോട്ടിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകളെ കുറിച്ച് അവരുടെ യൂസ് എങ്ങനെയാണ്, അത് എത്ര ഡോസിലാണ് ഉപയോഗിക്കുന്നത്, അത് ഏതൊക്കെ അസുഖത്തിനാണ്, അത് ഏതൊക്കെ പേഷ്യൻസിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്ന ആന്റിബയോട്ടിക് പോളിസി റെക്കോർഡ് ഉണ്ടായിരിക്കും. ഓക്കെ,
ക്ലിയർ ആണോ? റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. നമ്മുടെ ഡ്രഗ്സിന്റെ സ്റ്റോറേജ് അല്ലേ? നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള മരുന്നുകൾ പല രീതിയിൽ സ്റ്റോറേജ് നടത്തുന്നുണ്ട് അല്ലെ? മരുന്നുകൾ എല്ലാ മരുന്നുകളും ഷെൽഫ് സ്റ്റോറേജ് ആണോ നടത്തുന്നത്? ഷെൽഫ് സ്റ്റോറേജ് ആണോ എല്ലാ മരുന്നുകളും? അല്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് ജനറൽ ഡ്രഗ്സ് അല്ലേ? സാധാരണ ഡ്രഗ്സുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ നമുക്കറിയാം കുറച്ചും കൂടി സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് അല്ലെ? പെയിൻ കില്ലേഴ്സ് ആയിട്ട്, സെഡേഷൻ ആയിട്ട് സെഡേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അല്ലെ? അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? 6th പോയിന്റ് ആണോ? പറയാട്ടോ മിസ്. അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മരുന്നുകൾ ചില പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കും. എന്താണ് അവർക്ക് റിയാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെ? മിസ് പറഞ്ഞ പോലെ ചിലപ്പോൾ അവർക്ക് വോമിറ്റിംഗ് വരാം, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ അങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു കൊണ്ടാം അല്ലേ? അല്ലെങ്കിൽ അവർക്ക് അസഹ്യമായിട്ടുള്ള അബ്ഡോമിൻ പെയിൻ വരാം, അല്ലെങ്കിൽ അവർ കുഴച്ചില് വരാം അല്ലേ? ആണോ? സൈഡ് എഫക്റ്റുകള്. അപ്പൊ അങ്ങനെയുള്ള മെഡിസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, ഏതൊക്കെ റിയാക്ഷൻസ് ആണ് കാണിക്കുന്നത്, അങ്ങനെയുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്ന അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ, സ്റ്റോറേജ് എടുത്തോട്ടെ. ബാക്കി റെക്കോർഡ്സ് മൊത്തം ക്ലിയർ ആണോ? രജിസ്റ്റേഴ്സ് ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ് denunciation record of non-consumable and non-consumable. അവർ ഉപയോഗിക്കുന്നതോ നമ്മുടെ ഫാർമസിയിൽ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതായിട്ടുള്ള ഐറ്റംസിനെ കുറിച്ച്, പ്രോഡക്ട്സിനെ കുറിച്ച് എന്താണ് ചിലപ്പോൾ ദുരാരോപണം അല്ലെ? വിപണിയിൽ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ പേഷ്യൻസിൽ ബാഡ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വരുന്ന പ്രോഡക്ട്സുകൾ, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള ഇവിടെ അപ്പൊ അങ്ങനെ നമ്മുടെ പേഷ്യൻസിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസിനെ ബാഡ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റുമോ ഫാർമസിയിൽ? ഇല്ല അല്ലേ? അപ്പൊ അത് നമ്മുടെ ഫാർമസിയിലുള്ള ആളുകൾക്ക് മുൻകൂട്ടി അറിയണ്ടേ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ബാൻ ചെയ്തതാണ് അല്ലെ? മാർക്കറ്റില് എന്താണ് നിരോധിച്ച മരുന്നുകളാണെന്ന് അവർക്ക് അറിയണ്ടേ മുൻകൂട്ടി? അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്ട്സുകളെ, ഡ്രഗ്സുകളെ കുറിച്ചോ മറ്റു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി ചേർക്കുന്ന എന്താണ് ഡെനൻസിയേഷൻ റെക്കോർഡ് ഉണ്ടായിരിക്കും. ദുരാരോപണ റെക്കോർഡ് എന്നാണ് കേട്ടോ. ഓക്കെ, ഏതാണ് ചോദിച്ചത്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സിന്റെ ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, പറഞ്ഞുതരാം സർ. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലേ? 2 ക്ലാസ്സിൽ ഉണ്ടായില്ല? നിവേദ്യ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനി അവരുടെ ഹോൾഡിംഗ് കോസ്റ്റും അവരുടെ ടോട്ടൽ കോസ്റ്റും അവരുടെ ഷോർട്ടേജ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി അവർ ആ ഒരു സ്റ്റോക്കില് ഇൻവെന്ററിയില് അവര് ചേർക്കുന്ന അഡീഷണൽ നമ്പർ ഓഫ് യൂണിറ്റിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഒരു കമ്പനിക്ക് അവർക്ക് ഇപ്പൊ ആ ഒരു സമയത്ത് പർട്ടിക്കുലർ ടൈമില് അവർക്ക് 150 എണ്ണം ആവശ്യമായി വരുന്നുള്ളൂ. പക്ഷെ അവർ 200 എണ്ണം ഓർഡർ കൊടുത്തു. അവരുടെ അടുത്ത് എന്താണ് 50 എണ്ണം കൂടുതലാണ് അല്ലെ വരുന്നത്? ആണോ?
പക്ഷെ അവർക്ക് ആ ഒരു 50 എക്സ്ട്രാ അവർക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും പേയ്മെന്റ് എക്സ്ട്രാ പൈസ വരുന്നുണ്ടോ? വാങ്ങുന്നതിനുള്ള പൈസ വരുന്നുണ്ട്, അല്ലാണ്ട് അഡീഷണൽ എന്തെങ്കിലും അവർക്ക് പൈസ വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണെങ്കിലും അവർക്ക് 150 സൂക്ഷിക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് വേണം അല്ലേ? ലേബേഴ്സ് കോസ്റ്റ് വേണം, വേണ്ടേ? സൗകര്യം ഇല്ലാതെ അല്ലേ? ആ സൂക്ഷിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു 50 കൂടി എക്സ്ട്രാ കൂട്ടാണ്. അപ്പൊ അവിടെ ഷോർട്ടേജ് വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഷോർട്ടേജ് വരുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓർഡർ ചെയ്യാനുള്ള കോസ്റ്റും ആ ഒരു 150 എണ്ണത്തിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഓർഡറിംഗ് കോസ്റ്റും വരുന്നുണ്ടോ അല്ലേ? ഹോൾഡിംഗ് കോസ്റ്റും സെയിം ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന ആ ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സിനെയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ നിവേദ്യ? ബിസ്കാർഡ് പറഞ്ഞിട്ട് എന്താണ്? ക്ലിയർ ആയില്ല? എന്താണ്? ഓക്കെ ആണോ? പേരെന്താണ്? ഓക്കെ ആണ്? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ട് മിസ്. നെക്സ്റ്റ് മിസ് സ്റ്റോറേജ് ആണ് എടുത്തോണ്ടിരുന്നത്. ജനറൽ ഡ്രഗ്സ്, സാധാരണ ആയിട്ടുള്ള ഡ്രഗ്സുകൾ, നെഗറ്റീവ് ഡ്രഗ്സുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ നമുക്കറിയാം മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? പിന്നെ എബ്രഹാം മോസ്ലറൊക്കെ മൂവി കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? സേഫ് ആയിട്ട് സ്റ്റോറേജ് നടത്തണം അല്ലേ? ഒരു പെർട്ടിക്കുലർ ആളുകളുടെ അടിയിൽ അണ്ടർ എന്ത് ചെയ്യാലോ ചെയ്തൊക്കെയാണ് നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകൾ. നെക്സ്റ്റ് എന്താണ്? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ അല്ലെ? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തണുപ്പിച്ച് സൂക്ഷിക്കുന്നത് അല്ലെ? ഫ്രീസറിലോ റെഫ്രിജറേറ്ററിലോ ഒക്കെ തണുപ്പിച്ച് സൂക്ഷിക്കുന്ന മരുന്നുകൾ. അത് നമുക്ക് സാധാരണ മരുന്നുകളൊക്കെ സൂക്ഷിക്കാൻ പറ്റുമോ? കേട് വന്നു പോകും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? കോൾഡ് സ്റ്റോറേജ് ഡ്രഗുകൾ ആ ഒരു രീതിയിൽ തന്നെ സ്റ്റോറേജ് നടത്താം. നെക്സ്റ്റ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലടങ്ങിയിരിക്കുന്ന ആ ഒരു ഡ്രഗ്സിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് എന്താണ്? നമ്മുടെ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക, സൂക്ഷിച്ച് എന്തെങ്കിലും സ്പാർക്കിംഗ് ഉണ്ടാവുകയാണെങ്കിൽ തീപിടുത്തത്തിനെ സഹായിക്കുന്നുണ്ട്, ജ്വലനത്തില് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ മരുന്നുകൾ എന്ന് പറയുന്നത് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ രക്തം കണ്ടുപിടിക്കുന്ന സ്ട്രോക്ക് വരുന്നവര് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നവര് ഉപയോഗിക്കുന്ന ആസ്പിരിൻ ഗുളികയൊക്കെ കേട്ടിട്ടില്ലേ? രക്തം കട്ട പിടിക്കാതിരിക്കാൻ. അപ്പൊ ആ മരുന്നൊക്കെ ഈ ഒരു ഇൻഫ്ലേമബിൾ ഡ്രഗ്സിനാണ് കേട്ടോ ഉൾപ്പെടുന്നത്. അതല്ലെങ്കിൽ ഇതിനെന്താണ്? നോൺ സ്റ്റിറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ഡ്രഗ്സുകൾ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗ്യാസ് അല്ലെ മറ്റ് കെമിക്കൽസ് ഒക്കെ സൂക്ഷിക്കുന്ന ഏരിയയിൽ സൂക്ഷിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അങ്ങനെയുള്ള അതിന്റെ അടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്പാർക്കിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലാസ്റ്റ് കിടക്കും അല്ലേ? ആണോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം എന്താണ് തീപിടുത്തം ഉണ്ടാകുന്ന സ്പിരിറ്റ്, ഗ്യാസ് അങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഏരിയയിലല്ലാതെ സെപ്പറേറ്റ് ഏരിയ, വെന്റിലേറ്റർ ഒക്കെ ഉള്ള റൂമില് സൂക്ഷിക്കുക. അതാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ ആസ്പിരിന്, നപ്രോക്സിൻ നമ്മുടെ സന്ധിവാതത്തിന്, പെയിൻ റിലീഫിനൊക്കെ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന നപ്രോക്സിൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ക്ലിയർ ആണോ? സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ന്യൂറോ സ്റ്റോറേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്, ജനറൽ ഡ്രഗ്സ്.
drugs should be organized alphabetically in the cabinet. നമുക്ക് കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റൽ ഫാർമസിയിലൊക്കെ എന്താണ് ആൽഫബറ്റിക് ഓർഡറിലെ മരുന്നുകൾ ക്യാബിനറ്റിൽ സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ടില്ലേ, ഷെൽഫുകളിലല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ മരുന്നുകള് ക്യാബിനറ്റില് ആൽഫബറ്റിക്കൽ ഓർഡറിൽ സൂക്ഷിച്ചു വെക്കുന്നത്, സ്റ്റോറേജ് ചെയ്യുന്നു. നെക്സ്റ്റ് ബിൻ കാർഡ് സ്റ്റോക്ക് പൊസിഷൻ. ഇപ്പൊ നേരത്തെ മിസ് കാണിച്ചെങ്കിലെ ബിൻ കാർഡ് എന്താണ്, നമ്മുടെ ബിൻ കാർഡുകള് ഓരോ മരുന്നുകളുടെയും സ്റ്റോക്ക് പൊസിഷൻ അല്ലെ, എത്ര മരുന്ന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു സ്റ്റോക്ക് പൊസിഷനെ കാണിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ എങ്ങനെയാണ് സാധനങ്ങൾ പ്രോഡക്റ്റുകൾ വെക്കുന്നത്? ഷോർട്ട് എക്സ്പയറി ഉള്ളത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിൽ ഫ്രണ്ടിൽ തന്നെ വെക്കല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ? പിന്നെന്താണ് പെട്ടെന്ന് വിറ്റ് പോകും അല്ലെ, സെയിൽ ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഷോർട്ട് എക്സ്പയറി ഉള്ള മരുന്നുകള് ഫ്രണ്ടിൽ സൂക്ഷിക്കുക. ലോങ് എക്സ്പയറി ഉള്ള മരുന്നുകൾ ആ ഒരു കൗണ്ടറിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാബിനറ്റിൽ പാക്കിലായിട്ട് സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് FIFO, FIFO ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാണോ? FIFO സ്റ്റാൻഡേർഡ്സ് പോലെ ചോദിക്കാം. ഫസ്റ്റ് വാങ്ങിച്ച മരുന്നുകൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഔട്ട് ചെയ്യാം അല്ലെ, ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. ഓക്കെ, പ്രൊസീജിയർ ടു ബി ഫോളോഡ്. അല്ലെങ്കിൽ എന്ത് പറ്റുമോ, നമ്മൾ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോകും അല്ലേ, ആണോ? അപ്പൊ അതുകൊണ്ട് അവര് ഫസ്റ്റ് വാങ്ങിച്ച മരുന്നുകള് ഫസ്റ്റ് തന്നെ അവര് ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ FIFO പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് the drug should be used before the date of expiry. നമ്മുടെ മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ? അപ്പൊ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ആ മരുന്നുകൾ ഉപയോഗിക്കാം അല്ലെ, നമ്മുടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് പെർ. ഓരോ ഹോസ്പിറ്റലിന്റെയും റൂൾസിന് അനുസൃതമായിട്ട് അല്ലെ, കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ നിർമ്മാർജ്ജനം ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് നാർക്കോട്ടിക് ഡ്രഗ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സില് ഫസ്റ്റ് പറയുന്നത് നോക്കിയേ, there should be different special organizations for narcotic drugs like morphine, pethidine, barbiturates അല്ലെ. നമ്മുടെ ഈ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ മോർഫിന്, പെത്തഡിന്, ബാർബിറ്റുറേറ്റ്സ് പോലെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകൾ പ്രത്യേകം ഡിഫറെന്റ് ഏരിയാസിൽ സ്പെഷ്യൽ ഓർഗനൈസേഷന്റെ കീഴിൽ പ്രത്യേക സംഘടന, അതായത് പ്രത്യേക ടീമിന്റെ അണ്ടറില് സൂക്ഷിക്കുക. മോർഫിനുള്ള മരുന്ന് നമ്മൾ എന്തിനു വേണ്ടി പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് കേട്ടോ. പെത്തഡിനും പെയിൻ റിലീഫിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻ ആണ്. ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്നത് സഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ്. ഇത് നമുക്ക് ചോദിക്കാം കേട്ടോ, എക്സാമ്പിൾ ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് അടയാളപ്പെടുത്താം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പ്രത്യേക ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ അല്ലെങ്കിൽ പ്രത്യേക ടീമിന്റെ അണ്ടറിൽ സൂക്ഷിക്കുമ്പോൾ അവർക്ക് ശരിയായിട്ട് ആ മരുന്നുകൾ സൂക്ഷിക്കാൻ സാധിക്കും അല്ലെ, അവർക്ക് അതിനൊരു കണക്ക് ഉണ്ടാവും അല്ലേ, ആണോ? അവർ ആ ഒരു സെക്ഷൻ മാത്രം കൈകാര്യം ചെയ്യുമ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടോ? ഇല്ല അല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സ്പെഷ്യൽ ഓർഗനൈസേഷന് കീഴിൽ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ക്ലിയർ ആണോ? പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. എന്താണ് നമ്മുടെ ഈ നാർക്കോട്ടിക് ഡ്രഗ്സുകളെ കുറിച്ച് കൃത്യമായ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കുക. എത്ര മെഡിസിൻ നമ്മൾ പർച്ചേസ് ചെയ്ത്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്ര ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്, ഇനി എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ ഇന്ന് കാണിക്കുന്ന കൃത്യമായിട്ടുള്ള റെക്കോർഡ് സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. ഈ മരുന്നുകൾ നമ്മൾ നിർബന്ധമായും എല്ലാ സമയത്തും ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ,
നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അല്ലേ. അപ്പൊ ഡിഫറെന്റ് സോറി ബാർബിറ്ററേറ്റ്സ് സെഡേറ്റീവ് മെഡിസിൻ ആണ് കേട്ടോ. സെഡേഷൻ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ. നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്, സെഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഡിഫറെന്റ് എൻക്ലോസ്ഡ് to be made for easily contained things like spirit, gases and chemicals. എന്താണ് നമ്മുടെ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകുന്ന സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസിന്റെ ഒക്കെ എടുത്ത് സൂക്ഷിക്കാതെ സെപ്പറേറ്റ് ചെയ്ത് അല്ലെ ഡിഫറെന്റ് വേറെ സ്ഥലങ്ങളിൽ സെപ്പറേറ്റ് ഏരിയാസിൽ എന്താണ് വലയം ചെയ്ത് എൻക്ലോസ് ചെയ്ത് അല്ലെ സൂക്ഷിക്കുക. നെക്സ്റ്റ് പറയുന്നത് സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ. പെട്ടെന്ന് എന്തെങ്കിലും സ്പാർക്കിംഗ് ഉണ്ടാവും, തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകൾ ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് വെന്റിലേഷനും ഉണ്ടായിരിക്കുക. നമ്മുടെ കിച്ചണിൽ അങ്ങനെയാണ് അല്ലെ, വെന്റിലേഷൻ ഒക്കെ അല്ലേ. എന്താണ് നമ്മുടെ കിച്ചണില് തീപിടുത്തം രീതിയാണ് അല്ലെ വീട്ടില്. നമ്മൾ ഗ്യാസ് വീട്ടില് രാവിലെ ഹൗസ് വൈഫുമാർക്ക് അറിയാം, രാവിലെ തന്നെ വന്നാൽ നമ്മൾ ഗ്യാസ് ഓൺ ആക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഫസ്റ്റ് വന്ന് ജനലൊക്കെ തുറന്നിടും അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യാറ്. അങ്ങനെ ചെയ്യണം കേട്ടോ. ജനലൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം മാത്രമാണ് അല്ലെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വെന്റിലേഷനും പുറത്തുള്ള വായു അകത്തുള്ള വായു പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ എന്താണ് ഈ ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകളെ സൂക്ഷിക്കുന്ന റൂമില് സഫിഷ്യന്റ് ആവശ്യമായിട്ടുള്ള വെന്റിലേഷനും പിന്നെ എന്താണ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എക്സ്ഹോസ്റ്റ് ഫാൻ ഫോർ എയർ ടു പാസ് ത്രൂ അല്ലെ. നമ്മുടെ എയർ വായു കിടക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ഹോസ്റ്റ് ഫാനും ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. കോൾഡ് സ്റ്റോറേജ് എടുക്കാലോ. ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് തീപിടുത്തം ഉണ്ടാകുന്ന സഹായിക്കുന്ന കെമിക്കൽസ് ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകൾ നമ്മുടെ സ്പിരിറ്റ്, ഗ്യാസ്, തീപിടുത്തം ഉണ്ടാക്കാൻ സഹായിക്കുന്ന കെമിക്കൽസിന്റെ അടുത്തൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻസിന എന്തെങ്കിലും ഒരു സ്പാർക്കിംഗ് ഉണ്ടായാൽ തീപിടുത്തം ഉണ്ടാവോ? പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യല്ലേ. അത്തരത്തിലുള്ള സാധനങ്ങൾ സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് ഒക്കെ സൂക്ഷിക്കുന്ന ഏരിയയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ സൂക്ഷിക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എടുക്കാം. Next, cold storage drugs. Drugs such as antibiotics, vitamin, liver extracts should be stored for the room between 15 degrees Celsius to 20 degrees Celsius. എന്താണ് നമ്മുടെ ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻ, ലിവർ എക്സ്ട്രാക്ട്സ് അല്ലെ, ഇരുമ്പ്, കരൾസത്ത് എന്നൊക്കെ പറയും അല്ലേ. നമ്മുടെ ഇരുമ്പ്, അയൺ ഉൾപ്പെടെ നിരവധി ധാതുക്കളുടെ ഉറവിടമാണ് അല്ലെ കരൾസത്ത് എന്ന് പറയുന്നത്, ലിവർ എക്സ്ട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലിവർ എക്സ്ട്രാക്ട്സ് ഒക്കെ എന്താണ് നമ്മുടെ 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പിച്ച് എന്താണ് കോൾഡ് റൂമില് സൂക്ഷിക്കുക. ആ ഒരു കോൾഡ് റൂമിന്റെ ആ ഒരു ടെമ്പറേച്ചർ ചോദിക്കും കേട്ടോ എക്സാമിന്. 15 degrees Celsius to 20 degrees Celsius. എന്താണ് ആന്റിബയോട്ടിക്സുകൾ, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ്. നെക്സ്റ്റ് പറയുന്നത് the room should be air conditioned with the temperature control facilities. എന്താണ് നമ്മുടെ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആ ഒരു റൂം എങ്ങനെയുണ്ടായിരിക്കണം? എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഡ്രഗ്സ് ലൈക്ക് വാക്സിൻ,
serum, hormones, etc. have to be stored 2 degrees Celsius to 8 degrees Celsius in deep freezer or walk-in cooler. നമ്മുടെ വാക്സിനുകള്, സെറം, ഹോർമോണുകള് അങ്ങനെയുള്ളത് 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഡീപ് ഫ്രീസറിലോ അല്ലെങ്കിൽ വാക്കിംഗ് കൂളറിലോ സൂക്ഷിക്കുക. വാക്കിംഗ് കൂളർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടുണ്ട്? അറിയാത്തായിരിക്കും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വാക്കിംഗ് കൂളർ കണ്ടിട്ടുണ്ടോ? ഫർദർ കണ്ടിട്ടുണ്ടോ? വേറെ ആരും കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? മിസ് പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും. നമ്മുടെ വീട്ടിലെ ഈ പോളിയോ ഒക്കെ കൊടുക്കാൻ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്, അപ്പൊ അവരെ കഴിഞ്ഞ ഒരു തെർമോകോളിന്റെ പോലെ തന്നെ അതല്ലാണ്ടുണ്ട് കേട്ടോ. അതല്ലാണ്ടുണ്ട്. എന്താണ്? ഡീപ് ഫ്രീസ് ചെയ്താണ് അല്ലെ നമ്മുടെ വാക്സിൻ ഒക്കെ സൂക്ഷിക്കുന്നത്. അപ്പൊ അത് കേടാവാതിരിക്കാൻ പോളിയോ ഒക്കെ കൊടുക്കാൻ അവരെ കയ്യില് അപ്പൊ അങ്ങനെയുള്ള വാക്യൂം കൂളറിലോ അതല്ലെങ്കിൽ എന്താണ് ഡീപ് ഫ്രീസറിലോ ആയിരിക്കും നമ്മുടെ വാക്സിൻ, സെറം, ഹോർമോണുകളൊക്കെ സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയറ്റ് തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. ഈ മരുന്നുകളുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ആന്റിബയോട്ടിക്സുകൾ, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ്, പിന്നെ വാക്സിൻ, സെറം, ഹോർമോണുകൾ. അപ്പൊ ഇതൊക്കെ എന്താണ് തണുപ്പിച്ചാണ് സൂക്ഷിക്കേണ്ടത് അല്ലെ. അപ്പൊ അവിടെ ടെമ്പറേച്ചർ കൂടാൻ പാടുണ്ടോ ആ ഒരു റൂമില്? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു റൂമിന്റെ ടെമ്പറേച്ചർ അറിയാൻ ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ ആ ഒരു ഫ്രിഡ്ജിന്റെ, റെഫ്രിജറേറ്ററിന്റെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടോന്നറിയണ്ടേ? ഓക്കെ, അർഷിത കൊടുക്കാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്താ, സോറി, നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ അറിയണം. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഡയൽ തെർമോമീറ്ററോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചാർട്ടിങ്ങോ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ആ ഒരു ടെമ്പറേച്ചറിൽ ചേഞ്ചസ് വരുന്നുണ്ടോ അല്ലെ, കൂടുന്നുണ്ടോ? കൂടുതലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറയ്ക്കണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയൽ തെർമോമീറ്ററോ ടെമ്പറേച്ചർ ചാർട്ടിങ്ങോ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. മെഡിക്കേഷൻ പ്രൊസീജിയർ. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദ ക്യാബിൻ ഓർ വാർഡ്. നമ്മുടെ വാർഡുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്കൊക്കെ മെഡിക്കേഷൻ തരുന്നത് എങ്ങനെയാണ്? നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മരുന്നുകൾ കിട്ടുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? ആ ഒരു പ്രൊസീജിയർ, മെഡിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് നേഴ്സ് തരും അല്ലെ, നേഴ്സ് തരും. അവിടെ നിന്ന് നേഴ്സ് കൊണ്ടുതരും. നേഴ്സ് കൊണ്ടുതരണമെങ്കിൽ അതിന്റെ മുമ്പിൽ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ലേ? ഫാർമസിയിൽ നിന്ന് നേഴ്സിന് കിട്ടിയതിന് ശേഷമല്ലേ നമുക്ക് കൊണ്ടുതരുന്നത് നേഴ്സ്? ആണോ? അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ. ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് എന്താണ്? നമുക്ക് ഡോക്ടർ ആദ്യം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരണോ? എന്നാ മാത്രമേ അല്ലേ? അപ്പൊ എന്താണ്? ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻ. ഫസ്റ്റ് നമ്മള് ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്? ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നു. The nurse transcribe the prescription by electronic machine onto the user. ചിലപ്പോ നമ്മുടെ ഡോക്ടർ എങ്ങനെയായിരിക്കും? നമ്മുടെ മെഡിക്കൽ റെക്കോർഡിലോ അതല്ലെങ്കിൽ അവരുടെ ഫയലിലൊക്കെ ആയിരിക്കും ആ ഒരു മരുന്ന് എഴുതി തരുന്നത്. അപ്പൊ നമ്മുടെ നഴ്സ് എന്ത് ചെയ്യാണ്? ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇലക്ട്രോണിക്കൽ മെഷീൻ എന്താണ് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അയക്കുന്നു അല്ലേ? എന്താണ് നമ്മുടെ നഴ്സ്
ഡോക്ടർ എഴുതി തന്നിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്ത് എൻറ്റർ ചെയ്ത് കയറ്റുന്നു. ഓക്കെ ആണോ? ഫസ്റ്റത്തെ സെന്റൻസ് ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നഴ്സ് കയറ്റി കഴിഞ്ഞാല് നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ടോ? ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ സിസ്റ്റത്തില് കിട്ടും, ഫാർമസിയിലെ സിസ്റ്റത്തില് കിട്ടും അല്ലേ? ആണോ? കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യാണ്? നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ administration staff by using an electronic machine transcribe the nurse electronics requisition for the medicine onto a printed medication order sheet. അപ്പൊ നമ്മുടെ ഫാർമസിയിലുള്ള ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് നമ്മുടെ നഴ്സ് എൻറ്റർ ചെയ്ത് കയറ്റിയിരിക്കുന്ന അല്ലെ സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്ത് കയറ്റിയിരിക്കുന്ന ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഷീറ്റ് എന്ത് ചെയ്യാണ്? കോപ്പി എടുക്കാണ് അല്ലെ? കോപ്പി എടുക്കുന്നു. ഓക്കെ, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്, അതായത് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കോപ്പി എടുക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ ദ മെഡിക്കേഷൻ ഫ്രം ദ ഷെൽഫ്സ് ടു ദി ഡിസ്പെൻസിംഗ് ടവർ ഫോർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ. അപ്പൊ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇതെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്ന ഡിസ്പെൻസിന് നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഫാർമസിസ്റ്റുകൾക്ക് കൊടുക്കുക അല്ലേ? ആണോ? മരുന്ന് എടുക്കണ്ടേ? അപ്പൊ എന്താണ് നമ്മുടെ ഡിസ്പെൻസേഴ്സ് ആ ഒരു പ്രിസ്ക്രിപ്ഷന്റെ കോപ്പി ഫിസിക്കലി ഒന്ന് അവർ ജസ്റ്റ് നോക്കും. നോക്കിയതിന് ശേഷം മരുന്നുകൾ എടുത്തിട്ട് ഷെൽഫിൽ നിന്ന് മരുന്നുകൾ എടുത്തിട്ട് എന്താണ് നമ്മുടെ ഓർഡർ ഷീറ്റിനൊപ്പം പ്രിന്റഡ് ഓർഡർ ഷീറ്റിനൊപ്പം അവര് ആ ഒരു എന്താണ് ആ ഒരു ഡിസ്പെൻസിങ് ടേബിളില് വെക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അത് medicine should be kept in a small medication cart along with the printed medication order sheet. അവരെ എങ്ങനെയാണ് വെക്കുന്നത്? ടേബിളിലാണെന്ന് പറഞ്ഞു വെക്കുന്നത്. ആ ഒരു ടേബിളില് എന്താണ് ചെറിയ ഒരു സ്മോൾ മെഡിക്കേഷൻ കാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചെറിയൊരു ബോക്സ് പോലെ പല കളറിൽ പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ സ്റ്റെയിൻലെസിന്റെ കാർട്ട് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മെഡിക്കേഷൻ കാർഡില് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡറിന്റെ ഒപ്പം അവര് ഷെൽഫിൽ നിന്ന് എടുത്ത മരുന്നുകള് ആ ഒരു ചീറ്റിന്റെ ഒപ്പം വെക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ അല്ലെ? ഡിസ്പെൻസേഴ്സ് എടുത്ത് ആ ഒരു മെഡിക്കേഷൻ കാർഡില് കോപ്പിയുടെ ഒപ്പം പ്രിസ്ക്രിപ്ഷൻ കോപ്പിയുടെ ഒപ്പം വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ? ഡിസ്പെൻസേഴ്സ് എടുത്തു കൊടുത്ത മരുന്നുകളെ കറക്റ്റ് അല്ലേ, കറക്റ്റ് ഡോസ് അല്ലേ എന്നൊക്കെ നോക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ ഫാർമസിസ്റ്റ് ആ ഒരു മെഡിക്കേഷൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. നെക്സ്റ്റ് after verifying proper dispensing pharmacy equipment order medication into a bag patient wise and stick to the medication order along with it. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് ചെക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഫാർമസി ഏത് ബാഗ് നമുക്ക് കണ്ടിട്ടില്ലേ? ഒരു കാപ്പി കളറില് അല്ലെങ്കിൽ ഒരു വെള്ള കളറിൽ നമുക്ക് മരുന്നുകൾ ചിലപ്പോ പേഷ്യന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? അതിന്റെ മുകളിലാണ് ഒരു വീതം രണ്ട് പേര് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏഴ് ബാഗില് ഫാർമസി ഏഴ് ബാഗില് ആ മരുന്നുകൾ ഇട്ട് എന്താണ് ആ മരുന്നുകളുടെ ഒപ്പം എന്താണ് നമ്മുടെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചെയ്തിട്ട് അവർ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? സ്റ്റാപ്ലർ ചെയ്ത് വെക്കും അല്ലേ? മാറിപ്പോവാതിരിക്കുന്നതിന് വേണ്ടി ആണോ? കണ്ടിട്ടില്ലേ? നമുക്ക് അങ്ങനെയൊക്കെ ഫാർമസിയിൽ നിന്ന് തരാതെ മരുന്നുകൾ നമ്മുടെ ആ ഒരു കവറിന്റെ ലേബൽ ചെയ്ത് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചെയ്തിട്ട് അതുപോലെ വെച്ച് സ്റ്റാപ്ലർ ചെയ്ത് തരും അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ മെഡിക്കേഷൻസ് ഫാർമസി ഏത് ബാഗിലേക്ക് ഇട്ട് എന്താണ് നമ്മുടെ മെഡിക്കേഷൻ ഓർഡർ അതോടൊപ്പം വെച്ച് സ്റ്റിക്ക് ചെയ്ത് തരുന്നു. നെക്സ്റ്റ് ലേബലിംഗ് ഈസ് ഓൾസോ ഡൺ ഇഫ് നെസസറി. ലേബൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെ? കിടക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ നമ്മുടെ നഴ്സ് തന്നെയായിരിക്കും മരുന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലേബൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്താണ് മരുന്നുകൾ അതില് ലേബൽ ചെയ്ത് കൊടുക്കുന്നു അല്ലെ? ഇത്ര ഒരു വീതം രണ്ട് നേരം അങ്ങനെയുള്ള ലേബലിങ്ങും ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് submit the medication patient wise
to the nurse accountable in the floors. ഓരോ ഫ്ലോറിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട അക്കൗണ്ടബിൾ ആയിട്ടുള്ള നഴ്സിന് ഓരോ പേഷ്യന്റ് ബേസിൽ അല്ലെ. ഇപ്പൊ നമുക്കറിയാം എന്താണ്, ചിലപ്പോൾ ഒരു വാർഡിൽ തന്നെ 3-4 പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 10-12 പേഷ്യൻസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ ഓരോ പേഷ്യന്റ് ബേസില് ഓരോ ഫ്ലോറിലും അതിന് ഉത്തരവാദിത്തപ്പെട്ട നഴ്സുമാർക്ക് ഈ മരുന്നുകൾ സബ്മിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ ഇത്രയും? നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് the nurse receive medicine from pharmacy aid and check the quantity according to the requirement. നമ്മുടെ നഴ്സ് ആ ഒരു മരുന്ന് സ്വീകരിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട് അല്ലെ. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ചീറ്റിൽ പറഞ്ഞിരിക്കുന്ന സെയിം ക്വാണ്ടിറ്റിയിൽ മരുന്നുകൾ ഉണ്ടോ അല്ലെ. 3 എണ്ണം ആണെങ്കിൽ ആ 3 എണ്ണം ഉണ്ടോ അല്ലെ. അപ്പൊ അതിലുള്ള ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് give the medication to the patients. ഇതിന് ശേഷം അവർ എന്ത് ചെയ്യാണ്, മെഡിസിനുകൾ പേഷ്യൻസിന് നൽകുന്നു. ഇപ്പൊ നമ്മൾ അവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം കൊണ്ടുവന്ന് മരുന്ന് തരാറുണ്ടോ നഴ്സ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊന്നും കൂടി വെരിഫൈ ചെയ്യല്ലേ, ഉറപ്പുവരുത്തിയിട്ട് പേഷ്യന്റിന്റെ പേര് ചോദിക്കും, ഏജ് ചോദിക്കും, ചിലപ്പോ സ്ഥലമൊക്കെ ചോദിച്ച് ആ പേഷ്യന്റ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ മരുന്ന് ആണോ. ഇതാണ് give the medication to the patients. നെക്സ്റ്റ് പറയുന്നത് check before making intent for patient needs. നമ്മുടെ പേഷ്യൻസിന്റെ ആ ഇന്റന്റ് അല്ലെ, പേഷ്യന്റിന്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷനും കൂടി അവർ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പരിശോധിക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ ID നമ്പർ സെയിം ആണോ, പേഷ്യന്റിന്റെ ബെഡ് നമ്പർ എങ്ങനെയാണ്, പേഷ്യന്റിന്റെ നെയിം, ഡോസും ഡോസേജും എങ്ങനെയാണ് അല്ലെ. 250 ആണോ 500 ആണോ, എത്ര എണ്ണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രിസ്ക്രിപ്ഷനിൽ, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെന്താണ്, ചിലപ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ രാവിലെയാണ് തരുന്നുണ്ടെങ്കിൽ ഉച്ചത്തേക്കുള്ള മരുന്നുകൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ നമ്മുടെ ഷെൽഫില്, ക്യാബിനറ്റില്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മരുന്നുകൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് തരുന്നു. ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, ആ ഒരു ഇന്റന്റ് അവര് റിസീവ് ചെയ്തിട്ട് നമ്മുടെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, അതൊന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ മിസ് പറഞ്ഞത് മെഡിക്കേഷൻ പ്രൊസീജിയർ ഒന്ന് വായിച്ചു നോക്കിയേ. തേർഡ് പോയിന്റോ, എന്ന് വെച്ചാല് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ആ ഒരു നമുക്ക് ഡോക്ടർ എഴുതി തന്നിരിക്കുന്ന മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് കോപ്പി ബാക്കിൽ നിൽക്കുന്ന ഡിസ്പെൻസേഴ്സിന് കൊടുക്കുന്നുണ്ടോ. ഫാർമസി സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ എടുത്ത് കൊടുക്കുന്ന ഫാർമസിസ്റ്റുകൾക്ക് നൽകും. എന്ത് ചെയ്യുന്നുണ്ട്, ആ ഷെൽഫിൽ നിന്ന് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ കോപ്പി നോക്കി കാണിട്ട് അതിൽ ഏതൊക്കെ മരുന്നുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് എടുത്തു, എന്താണ് ആ ഒരു വർക്ക് ടേബിള്, ഡിസ്പെൻസിംഗ് ടേബിളിൽ എടുത്തു വെക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ മഞ്ജുഷ? ഡിസ്പെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ എടുത്തു കൊടുക്കും, ഫാർമസിയിലെ ഷെൽഫിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കില്ലേ. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കൂല്ലേ, ഫിസിക്കൽ ആയിട്ട് ജസ്റ്റ് നോക്കിയിട്ട് ഏതൊക്കെ മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഷെൽഫിൽ നിന്ന് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീട്ടിൽ കൊടുത്തിരിക്കുന്ന മരുന്നുകളൊക്കെ എടുത്തുകൊണ്ട് ഡിസ്പെൻസിംഗ് ടേബിളില് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചീറ്റിന്റെ ഒപ്പം അവിടെ വെക്കുന്ന
എന്താണ് സ്മോൾ മെഡിക്കാർട്ടിൽ അല്ലെ മെഡിസിൻ ഒക്കെ വെക്കുന്ന ആ ഒരു ട്രേയിലേക്ക് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ചിട്ടിന്റെ ഒപ്പം വെക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ മഞ്ജുഷ? എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അടയാളപ്പെടുത്താട്ടോ, വരും കേട്ടോ ക്വസ്റ്റ്യൻ വരെ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഫിനാൻസസ്. ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് വേണ്ടേ, ഫണ്ട് വേണ്ടേ? ആ ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് നെക്സ്റ്റ് സെക്ഷൻ, ഫിനാൻസസ് അല്ലെ. അപ്പൊ നോക്കിയേ, പ്രൈമറി സോഴ്സ് ചാർജ് ഗോട്ട് ഫ്രം ദി പേഷ്യൻസ്. ആ ഒരു ഫാർമസിയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? പൈസ കിട്ടുന്ന, ഇനി ഫിനാൻസ് കിട്ടുന്ന മെയിൻ ഉറവിടം ഏതാണ്? നമ്മുടെ പേഷ്യന്റിൽ നിന്ന് എടുക്കുന്ന ചാർജിലെ മരുന്നുകൾക്ക് വേണ്ടി ആ ഒരു ചാർജ് ആണ് നമ്മുടെ ഫാർമസിയുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, charge got by the patients are either fully paid by himself or from the third party. അല്ലെ, ചില സിറ്റുവേഷനിൽ നമ്മൾ എന്താണ്, ചില സിറ്റുവേഷനിലല്ല, ഭൂരിഭാഗം പേര് എന്താണ് ഇൻഷുറൻസും ക്ലെയിമുകളൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ മരുന്നിന്റെ ചെലവ് ആരാണ്? ക്ലെയിമുകള് ഇൻഷുറൻസ് കമ്പനിക്കാരിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ്, ഒന്നില്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് അവർ ഫുള്ളായിട്ട് പേയ്മെന്റ് നടത്തുന്നു, അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കമ്പനിക്കാരോ ക്ലെയിമുകാരോ എന്ത് ചെയ്യാണ്, ആ ഒരു മരുന്നിന്റെ പേയ്മെന്റ് നടത്തുന്നു. രണ്ടാമത് പറയുന്നത് എന്താണ്, റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് അവർ പൈസ അനുവദിക്കാറുണ്ട് അല്ലെ, ഗവൺമെന്റിൽ നിന്ന് പൈസ കിട്ടാറുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള റിസർച്ച് വർക്ക്, നമ്മുടെ ഫാർമസിയുടെ റിസർച്ച് വർക്കുകൾക്കായി ലഭിക്കുന്ന പൈസ ഫണ്ട്. കൂടാതെ റിസർച്ചുകളൊക്കെ നടത്തി അവർ മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചു, അവർക്കത് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട് പുറത്തേക്ക്, മറ്റു ഫാർമസികളിലേക്ക് അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ സ്റ്റോറിലേക്കൊക്കെ അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് അവർക്ക് ഫണ്ട് ലഭിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് എൻഡോമെന്റ് ഫണ്ട്. ദി എൻഡോമെന്റ് ഫണ്ടാണ് ഫണ്ട് മെയിൻലി ത്രൂ ഡൊണേഷൻസ്. ഈ എൻഡോമെന്റ് ഫണ്ടുകൾ അവർക്ക് മെയിൻ ആയിട്ട് ലഭിക്കുന്നത് ഡൊണേഷൻസ് വഴിയാണ്. The funds have specific policies that concern investment, withdrawal and usage of the fund. പക്ഷേ ഇത്തരം എൻഡോമെന്റ് ഫണ്ടുകൾ അവർക്ക് സ്പെസിഫിക് പോളിസികളുടെ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ ഒരു കൺസേൺ ഇൻവെസ്റ്റ്മെന്റിന് മാത്രം അല്ലെ, അതിന് മാത്രം ആ ഒരു യൂസിന് മാത്രം അവർക്ക് വിഡ്രോ ചെയ്യാൻ, പിൻവലിക്കാനും അത് അവർക്ക് ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് സ്കൂളുകളിലേക്കൊക്കെ സ്കോളർഷിപ്പ് കിട്ടാറുണ്ട്, സ്കോളർഷിപ്പ് അനുവദിച്ചു കൊടുക്കാറില്ലേ ഗവൺമെന്റ്? അതൊരു എൻജോയ്മെന്റ് ഫണ്ടാണ്, അതൊരു എന്താണ് ഡൊണേഷൻ പോലെയാണ് അല്ലെ, ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ സ്കോളർഷിപ്പ് ഫണ്ട്. പക്ഷേ ആ ഒരു ഫണ്ട്, സ്കോളർഷിപ്പിന്റെ ഫണ്ട് നമ്മുടെ സ്കൂളുകൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കും? ഇല്ല അല്ലെ. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അല്ലേ, നമ്മുടെ സ്കൂളിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, ബിൽഡിംഗ് എന്തെങ്കിലും പണിയാനുണ്ട്, അതല്ലെങ്കിൽ ലൈബ്രറിയിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലാബ് പണിയണം, അതിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ മാത്രം അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതേപോലെ എന്താണ്, നമ്മുടെ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ലഭിക്കുന്ന ഡൊണേഷൻസിനെയാണ് എന്ത് പറയുന്നത്, എൻഡോമെന്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എൻഡോമെന്റ് ഫണ്ടുകൾ നമ്മുടെ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രം നമ്മൾ അത് യൂസ് ചെയ്യാനും അത് വിഡ്രോ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെയാണോ? നെക്സ്റ്റ്
its contribution towards general functions expenses അല്ലെ നമ്മുടെ പൊതുപ്രവർത്തന ചെലവിലേക്ക് ലഭിക്കുന്ന സംഭാവനകൾ അല്ലെ ഗിഫ്റ്റുകൾ കോൺട്രിബ്യൂഷൻസ് പൊതുപ്രവർത്തനങ്ങൾക്ക് കിട്ടുന്നത് എന്താണ് നമുക്ക് എന്ത് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം അല്ലെ പർട്ടിക്കുലർ എന്തെങ്കിലും ഇതിനു വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനം വന്നാലും എന്ത് ചെലവ് വന്നാലും നമുക്ക് യൂസ് ചെയ്യാനോ ആണോ ഇത്തരത്തിലുള്ള ജനറൽ ഫണ്ടുകൾ കിട്ടുമ്പോഴുള്ള ജനറൽ കോൺട്രിബ്യൂഷൻസ് ആണ് ലാസ്റ്റ് എന്താണ് ഫിനാൻസസ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെയാണോ മിസ്സിന്റെ അടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെയാണോ ഓക്കെ അപ്പൊ ഇനി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മെയിൻ സോഴ്സസ് മാത്രം പ്രൈമറി സോഴ്സ് മാത്രം ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ പ്രൈമറി സോഴ്സ് മാത്രം ചോദിച്ചു കണ്ടിട്ടുള്ളേ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു ചെറിയ സെക്ഷൻ എടുക്കാനുള്ളൂ പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസും നെക്സ്റ്റ് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മാത്രം റോളും അല്ലെ ഒരു പങ്ക് മാത്രം പഠിക്കാനുള്ളൂ അത് കഴിഞ്ഞിട്ട് മിസ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ലേബർ റൂം ആണ് കേട്ടോ ഓക്കെ ആദ്യമേ പറഞ്ഞു വെച്ചതാണ് ലേബർ റൂം എന്നുള്ള ചാപ്റ്റർ ആണ് മിസ് എടുക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ലേബർ റൂം ചെറിയ ചാപ്റ്റർ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ് ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ഓൾ